ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്, മാംഗോ ചീസ് കേക്ക്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാമിൻ്റെ ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ജലാറ്റിൻ കുതിർക്കാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ അൺഫ്ലേവേർഡ് ക്ലിയർ ജലാറ്റിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ബിസ്ക്കറ്റ് നല്ല നൈസായി പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം മെൽറ്റഡ് ബട്ടറാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ച ബട്ടർ തികഞ്ഞില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്പ്രിംഗ് പാനാണ് വേണ്ടത്. അതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ജലാറ്റിൻ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 10 സെക്കൻഡ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് മെൽറ്റായി കിട്ടും. ഇനി ഇത് ചൂടാറട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ക്രീം ചീസ് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഉപയോഗിച്ചിട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് നമുക്കതിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സാഷേ വിപ്പിംഗ് പൗഡർ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 സാഷേ പൗഡർ അതിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഹൈ സ്പീഡിലിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിപ്പിംഗ് ക്രീമിൽ മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോ അല്ലെങ്കിൽ 3 ടീസ്പൂണോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വിപ്പിംഗ് പൗഡറിൽ ഓൾറെഡി ഷുഗർ കണ്ടൻറ്റ് ഉള്ള കാരണമാണ് ഞാൻ അതിലേക്ക് വീണ്ടും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 3 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് നിർത്താം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജെലാറ്റിൻ ഇപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ക്രീം ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജെലാറ്റിനും ക്രീമും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് നമ്മുടെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആവുമ്പോൾ ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ജെലാറ്റിൻ ഒരുപോലെ എത്തിക്കോളും. ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ക്യാമറ ഓഫായിരുന്നു, അതാണ് അതിൽ പെടാഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു, നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ക്രീം ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്കുള്ള 3rd ലെയർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വീണ്ടും ഒരു 3/4 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലപോലെ വീർത്ത് വരും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ അരച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഞാനിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ പഞ്ചസാര ഒന്ന് അരിഞ്ഞ് കിട്ടണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ആ പഞ്ചസാര ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുവരെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് ചൂടാറുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ജെലാറ്റിൻ മെൽറ്റ് ചെയ്യൊന്നും വേണ്ട. ഈ ചൂടിലേക്ക് ജെലാറ്റിൻ ഒഴിച്ചു കൊടുത്താൽ അത് ആ ചൂടിൽ കിടന്നിട്ട് തന്നെ അത് മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജെലാറ്റിൻ നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി നല്ല തണുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഇതിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ക്രീമിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മാംഗോൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 4 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ച് നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള നമ്മുടെ മാംഗോ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.